ഹലോ ഗൈസ്, നമ്മള് കുഞ്ഞുണ്ട് ഇതാ പോണൂട്ടാ. മൺപാക്കയാണ് പോണത്. മൺപാക്കണ്ട പോയത് വെള്ള ഷർട്ട് ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്. മോനുവിനെ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മോനുവിനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കുറ്റിപ്പുറത്ത് നിന്നാണ് കേട്ടോ ട്രെയിന്. രാത്രി 10:15 പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഒരു 10:30 ആവുണ്ടാവും. നമ്മളെ ബാനുവിന് എന്തൊക്കെയാ പറയാണ്ടിട്ടാ. ഇവിടെ ഒരു ട്രെയിന് നിൽക്കുന്നുണ്ട്. ഓൾറെഡി ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല സ്ഥലമാണ്. നമ്മളെ ട്രെയിനിൽ എന്താ പാടുന്ന അറിയില്ല, തിരക്കുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ട്രെയിന് കാണിച്ചു തരാം. വലിയ ട്രെയിനാണ് കേട്ടോ, ഒരുപാട് ഇതുണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞും ബാനും റീനും ബാനും പിന്നെ മൺപാക്കയൊക്കെയാണ് ആ പോണത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കാണ് പോണത്. അപ്പം ഇങ്ങനെ നടന്ന് പോവാണ്. റീനും ബാനുമോളും മൺപാക്കൊക്കെ മുന്നിൽ പോവാട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു ട്രെയിന് വന്നതാണ് കേട്ടോ. അത് നല്ല വലിയ ട്രെയിൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ റീനുമോളും ബാനുമോളും അതൊക്കെ കാണുകയാണ് നിന്നിട്ട് എന്തെങ്കിലും. ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല ട്രെയിൻ, ഞാൻ കാണിച്ചത്. ആ ട്രെയിൻ ഇതാ പോവുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറിയപ്പോഴത്തെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ എത്താറായി, ഇറങ്ങാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാറായി തുടങ്ങിയിട്ടാണ്. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലോക്കലാണ് കിട്ടി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വീട്ടിൻ്റെ ഇവിടെ വണ്ടി ഇറങ്ങി. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓനിവിടെ കിടന്ന് ഉറങ്ങാണ്. ഞങ്ങൾ അവനോട് ഇങ്ങനെ വന്നിട്ട് അവന് ഇതെല്ലാം ഉറക്കണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന ഇതാണ്. ഞാൻ നല്ല അവിടെ കിടക്കാണ്. നീക്ക് അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ നാട് കേട്ടോ. ഞങ്ങൾ എൻ്റെ നാട്ടിലെത്തി, രാവിലെ എത്തി കേട്ടോ ഞങ്ങൾ. അപ്പോൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഉറക്കവും ക്ഷീണമൊക്കെ ആയിട്ട് വണ്ടിയിൽ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മോനെ കണ്ടിട്ടില്ലല്ലോ. മോനിതാ, ഇതാണ് എൻ്റെ മോന് കേട്ടോ. അവന് ഭയങ്കര നാണം, എന്നെ വീഡിയോയിൽ കാണിക്കണ്ടെന്നൊക്കെ പറയണവന്. വാ മോൻ ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറയും. ഹായ്. അപ്പം ഞങ്ങൾ നാളെ രാവിലത്തെ വണ്ടിക്ക് തിരിച്ച് നമ്മളെ നാട്ടിലെത്തും കേട്ടോ. നാട്ടിൽ തിരിച്ച് പോവും. കാരണം ഞായറാഴ്ച മദ്രസൊക്കെ തുറക്കുകയല്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് നാളെ ശനിയാഴ്ച രാവിലത്തെ വണ്ടിക്ക് ഇവിടുന്ന് പുറപ്പെടും. ഞങ്ങളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അങ്ങാടിയിലേറ്റം പോവുക കേട്ടോ. എന്താ വെച്ചാൽ മോനുവിന് ഇപ്രാവശ്യത്തെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് എടുത്തത്. അപ്പം അതിൽ അവനക്ക് ചോറ്റും പാത്രം മേടിച്ചത് പറ്റ ചെറുതായിപ്പോയി. അപ്പം അതൊന്ന് മാറ്റിയെടുക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ റിലേഷൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഈ ഒരു മുട്ടായി ഇതാ, നിങ്ങളാരും തിന്നുകണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും പബ്ലിക്കാണ്, കണ്ടുകണമെങ്കിൽ കമന്റ് ചെയ്യേ. റിൻമോള് അവളെ പെരുന്നാൾ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇന്നലെ പോരുമ്പോൾ വേറെ ആയിരുന്നു ഇട്ടിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇടാൻ വേണ്ടി പെരുന്നാൾ ഡ്രസ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇട്ടിട്ടുള്ളത്. എന്നെ കാണുകയാണെങ്കിൽ എല്ലാവരും എന്നെ കാണുകയാണെങ്കിൽ പറയ്. എനിക്ക് ഭയങ്കര നാണുണ്ട്. അവന് ഭയങ്കര വർത്താനൊക്കെ പറയട്ടോ. ഇപ്പം ഇങ്ങനെ മടിയോണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ശീലമായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഇതാ വല്യപ്പയും മക്കളും ഭയങ്കര കളി ഇതിലൊക്കെയാണ് കേട്ടോ. അവർ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയൊക്കെയാണ് കുഞ്ഞുമൊക്കെ. എന്താ എൻ്റെ വീടാണിത് കേട്ടോ. എന്താണ് എന്താ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.